ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലോഡ് ശിവ. എല്ലാവർക്കും കൈലാസനാഥിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. മുൻ എപ്പിസോഡുകൾ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, ഒന്ന് കയറി കണ്ടോളൂ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ദക്ഷന് സതിയിൽ യാതൊരു വിശ്വാസവുമില്ലെന്ന കാര്യം സതിക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ പിതാവിനെ ഇനിയൊരിക്കലും നിരാശപ്പെടുത്തില്ലെന്ന് സതി അദ്ദേഹത്തിന് വാക്കുകൊടുക്കും. രാജ്യത്ത് നീതി പുലർത്തേണ്ടത് ആവശ്യമായതിനാൽ ആർക്കും നിയമം അനുസരിക്കാതിരിക്കാൻ സാധ്യമല്ല. രാജ്യത്തെ നിയമത്തിൽ മാറ്റം വരുത്താൻ ആർക്കും താൻ അധികാരവും കൊടുത്തിട്ടില്ലെന്നും പ്രജാപതി പറയുന്നു. തെറ്റ് ചെയ്തത് പുത്രിയാണെങ്കിലും അതുകൊണ്ട് തന്നെയാണ് ഇത്ര കഠിനമായ ശിക്ഷ സതിക്ക് നൽകിയതെന്നും രാജ്യം മുഴുവൻ അത് അറിയിക്കുകയും വേണമെന്നും പ്രജാപതി പറയുന്നു. ആർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കശ്യപ മഹർഷി മുന്നോട്ട് വന്ന് സതി അറിയാതെ ചെയ്ത തെറ്റിന് ഇത്ര വലിയ ശിക്ഷ നൽകേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നാൽ പ്രജാപതി ചെയ്തത് തന്നെയാണ് ശരി, അതുതന്നെയാണ് പ്രജാപതിയുടെ മഹത്വമെന്നും ഭൃഗുമുനി പറയും. സതി ചെയ്ത തെറ്റിന് ശിക്ഷയും ലഭിച്ചു. എന്നാൽ ഇത് മറ്റൊരാൾ ചെയ്ത തെറ്റിന്റെ പരിണിത ഫലമാണ്. മഹാവിഷ്ണു ശിലയിൽ സ്ഥാപിക്കാൻ ശിവലിംഗം നിർമ്മിച്ച സതിയെ ഭ്രമിപ്പിച്ച ആ ശില്പിയാണ് സതിയേക്കാളും വലിയ ശിക്ഷ അനുഭവിക്കേണ്ടത്. അതുകൊണ്ട് എത്രയും വേഗം ആ ശില്പിയെയും അദ്ദേഹത്തിന്റെ സർവ്വ കുടുംബാംഗങ്ങളെയും ഹാജരാക്കാൻ മന്ത്രിയോട് പ്രജാപതി ആജ്ഞാപിക്കുന്നു. പിതാവിന്റെ ദേഷ്യത്തിൽ ആശങ്കാകുലയായി ആകെ ധർമ്മസങ്കടത്തിലായിരുന്നു സതി. സതി മാത്രമല്ല, പ്രജാപതിയും നല്ല ദുഃഖത്തിൽ തന്നെയായിരുന്നു. മകൾക്ക് നൽകിയ ശിക്ഷയെക്കുറിച്ച് പ്രസൂതി പ്രജാപതിയോട് വന്ന് സംസാരിക്കുന്നു. പതിയുടെ അപമാനത്തിൽ പത്നിക്കുള്ള അതേ ദുഃഖം തനിക്കുമുണ്ട്. ശിവനുമായുള്ള യുദ്ധത്തിൽ ശിവന്റെ അന്ത്യം കാണുന്നതുവരെ കുടുംബവും പരിവാരങ്ങളും തന്നോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് പ്രജാപതി പറയും. പിതാവിന്റെയും പുത്രിയുടെയും ഇടയിൽ ഒരുങ്ങുന്നത് പ്രസൂതിയായിരുന്നു. പ്രജകളെ രക്ഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യേണ്ട ആളാണ് പ്രജാപതി. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പ്രജകൾ പോലും പ്രജാപതിയെ ബഹുമാനിക്കില്ലെന്ന് അദ്ദേഹം ഭാര്യയോട് പറയുന്നു. സ്വയം പ്രായശ്ചിത്തം ചെയ്തോളാമെന്ന് സതി സമ്മതിച്ചതിലൂടെ പ്രജാപതിയുടെ പുത്രിയാണെന്ന് സതി തെളിയിച്ചിരിക്കുകയാണെന്നും പ്രജാപതി പറയും. അതിലൂടെ പ്രജാപതിയുടെ അഭിമാനം സതി സംരക്ഷിച്ചുവെന്നുകൂടി പ്രജാപതി പറയുന്നതോടെ പ്രസൂതിക്ക് പിന്നെ ഒന്നും പറയാനില്ലാതെയാകുന്നു. ആകെ വ്യാകുലപ്പെട്ടു നിൽക്കുന്ന ഭൃഗുമുനിയുടെ അടുത്തേക്ക് വന്ന് കശ്യപ മഹർഷി കാര്യം തിരക്കുമ്പോൾ പ്രജാപതിയെയും സതിയെയും സംബന്ധിച്ച് വലിയൊരു ഭവിഷ്യത്ത് വരാൻ പോവുകയാണ്. അതായിരുന്നു ഭൃഗുമുനിയുടെ ആശങ്ക. അതിനൊരു പരിഹാരം എത്രയും വേഗം കണ്ടുപിടിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. എന്നാൽ മനുഷ്യരാശിയുടെ മുഴുവൻ ജാതകം നിർണയിച്ചിരിക്കുന്നത് ഭൃഗുമുനിയാണ്. എന്നിട്ടും സംഭവിക്കാനിരിക്കുന്ന കാര്യം തിരുത്താൻ നമുക്ക് കഴിയുമോ എന്നാണ് കശ്യപ മഹർഷി ചോദിക്കുന്നത്. ഇച്ഛാശക്തിയോടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ അതിന് കഴിയുമെന്ന് ഭൃഗുമുനിയും പറയുന്നു. എങ്ങനെയും പ്രജാപതിയെ സംരക്ഷിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. എന്നാൽ ഒരു ജീവന്റെ രാശി മാറ്റി എഴുതാൻ സപ്തർഷികൾക്ക് കഴിയുമോ എന്ന് കശ്യപ മഹർഷി ചോദിക്കും. സംഭവിക്കുന്ന വിപത്തുകളെ വിധിയെന്ന് കരുതുന്നവൻ വെറും മനുഷ്യനാണ്. എന്നാൽ മഹർഷികൾക്ക് അത് കഴിയുമെന്ന് ഭൃഗു മഹർഷി പറയും. ഏതു വിധിയും മാറ്റാൻ ഭഗവാനിൽ അഭയം പ്രാപിക്കണം. എന്നാൽ സ്വയം ഈശ്വരനാണ് എന്ന് വിശ്വസിക്കുന്ന മൂഢവിശ്വാസത്തിലാണെങ്കിൽ അയാളെ കാത്തിരിക്കുന്നത് വിധിവൈപര്യത്വമാണെന്ന് കശ്യപ മഹർഷി പറയും. ഇത് കേൾക്കുന്ന ഭൃഗു മഹർഷിക്ക് കശ്യപ മഹർഷിയോട് അല്പം നീരസമുണ്ടാകുന്നു. അങ്ങ് പ്രജാപതിക്കൊപ്പമാണോ അല്ലയോ എന്ന് അദ്ദേഹം ചോദിക്കും. ഞാൻ പൂർണ്ണ മനസ്സോടെ പ്രജാപതിക്കൊപ്പമാണെന്നും ഭൃഗു മഹർഷി പറയുന്നു. ദുഃഖിതയായിരിക്കുന്ന സതിയുടെ അടുത്തേക്ക് അതിഥിയും ജ്യേഷ്ഠത്തെയും വരുന്നു. പിതാവിനോട് ക്ഷമാപണം നടത്താത്തതിലും സ്വയം പ്രായശ്ചിത്തം ചെയ്തോളാമെന്ന് ഏറ്റതിനും ജ്യേഷ്ഠത്തി സതിയെ ആവോളം വഴക്കു പറയുന്നു. പ്രായശ്ചിത്തം നിറവേറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താകുമെന്ന ആശങ്കയിലാണ് ജ്യേഷ്ഠത്തി. അതിന് സതിക്ക് കഴിയില്ലെന്ന് തന്നെ അവര് ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ വാക്ക് നൽകിയത് ഞാനാണ്. അത് നിറവേറ്റുക എന്നത് പിതാവിനോടുള്ള എൻ്റെ സ്നേഹത്തിന്റെ സമർപ്പണമാണ്. ഒരുപക്ഷെ എനിക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ തന്നെ ത്യജിക്കുമെന്നും സതി പറയുന്നു. ഈ ഒരു സീനോടെ 4ാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.